നമസ്കാരം. നമസ്കാരം. ഓ നമസ്കാരം. നമസ്കാരം. മുതലാളി ഒന്ന് കാണാൻ വന്ന അവിടെ ഇല്ലേ? മുതലാളി എന്താ കാര്യം? കാര്യം രവിശങ്കർ മുതലാളിയോട് നേരിട്ട് പറയാനുള്ളതാ. ഓ രവിശങ്കർ മുതലാളി, പറയണം ചേട്ടാ, എന്താ പ്രശ്നം? ഇവിടത്തെ ഒരു 50 പശുക്കളെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? രവിശങ്കർ പറഞ്ഞു? ഇല്ല, ഞാൻ ബ്രോക്കർമാർ വഴി അറിഞ്ഞതാണേ. ഇവിടെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലല്ലോ. പശുവിനെ വിൽക്കുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല. നമുക്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാവും. രവിശങ്കർ മുതലാളിയെ വിളിക്കൂ, ഞാൻ സംസാരിക്കാം. എന്നോട് ബ്രോക്കർ കണ്ണപ്പനാണ് പറഞ്ഞത്. അയാൾ നുണ പറയില്ല. ചേട്ടാ, ഇപ്പൊ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേട്ടാ. ഇവിടുത്തെ ഒരൊറ്റ പശുവിനെ പോലും വിൽക്കാൻ ഉദ്ദേശമില്ല. അത്രയ്ക്കങ്ങ് തറപ്പിച്ച് പറയാൻ നമ്മളാരാ? ഞാനാ ഇതിന്റെ ഓണർ, ഡെന്നിസ്. എന്താ ഞാൻ പറഞ്ഞ പോരെ? ഓക്കെ. അപ്പൊ രവിശങ്കറോ? രവിശങ്കറിന്റെ ഫാം ആണെന്നാണല്ലോ ഞാൻ കേട്ടത്. ഇയാൾക്ക് ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഞാൻ പണിക്കാരെ വിളിക്കാം. വേണ്ട, വിശ്വാസമുണ്ട്. അവരെ വിളിക്കുന്ന ഇയാളെ വിശ്വസിപ്പിക്കാനല്ല, പുറത്തേക്കുള്ള വഴി കാട്ടി തരാന്. ഇങ്ങോട്ട് വന്ന വഴി തന്നെയല്ലേ അറിയാം. അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അതെ, ഈ രവിശങ്കർ മുതലാളിക്ക് ഫാം ഉണ്ടോ? ഉവ്. പുറത്തെ റോഡിലോട്ട് ഇറങ്ങി കിഴക്കോട്ട് വെച്ച് പിടിക്കണം. അര ഫർലോങ് ചെല്ലുമ്പോ കാണാം രവിശങ്കറിന്റെ ഫാമിന്റെ ബോർഡ്. അല്ല, അവിടെ കന്നുകാലികൾ അല്ലല്ലോ, ആനയെ വളർത്തുന്ന സ്ഥലം. ഒന്ന് പോടോ. കുറ്റിയും പിടുന്നുണ്ട്, പോന്നോളൂ ഓരോന്ന്. അല്ല, സാറ് കിഴക്കോട്ടാണോ? അല്ലല്ലോ,